ഞാൻ ഉള്ള സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത ശരിക്കും ഇന്ന് രാവിലെ ഞാനൊരു സ്ഥലത്ത് ഒരു ആത്മീയ കർമ്മത്തിന് പോയിട്ട് മടങ്ങുന്ന സമയമാണ്. ആ സമയത്താണ് എനിക്കിതിനെക്കുറിച്ച് കേൾക്കാൻ പറ്റിയത്. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ തന്നെ കുറച്ച് വിശദീകരണം ഇതിനെക്കുറിച്ച് എനിക്ക് തന്നു. പേപ്പർ വാർത്ത ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ ഈ ക്രിസ്മസിൻ്റെ തിരക്കുകളിലായതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വാർത്തകളിലേക്കൊന്നും പോകാനോ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാവരും എന്നോട് ഷെയർ ചെയ്ത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ കുരുടിക്കാട് ഭാഗത്ത് വെച്ച് ഒരു കരോൾ സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യമുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു റെസ്പോൺസ് പറയുക, ഒരു പ്രതികരണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം പ്രസക്തമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആരാണ് കരോൾ നടത്തിയതെന്നോ പള്ളിയിൽ നിന്നുള്ളൊരു കരോളാണ് പോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ പള്ളിക്കാർ തരുമായിരുന്നു. നമ്മളിങ്ങനെ പള്ളിയിൽ നിന്ന് പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്നറിയും. പക്ഷെ എന്നോട് അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് പള്ളിക്കാരുമല്ല, പാലക്കാട് രൂപതയിൽപ്പെട്ട പള്ളികളിൽ നിന്നുമല്ല ഇത് പോയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയായിരുന്നു എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. പിന്നെ ഇത് ഒരു കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ ഭക്തി നിർഭരമായ രീതിയിൽ, ആത്മീയമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ കരോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു ആത്മീയമായ രീതിയിലാണത് പോകേണ്ടതും. മറ്റൊരു തരത്തിലുള്ള സൂചനകളും ഇല്ലാതെ തന്നെയാണ് കരോൾ നടത്തേണ്ടത്. അതങ്ങനെ ഒരു കർമ്മമാണ്. പക്ഷേ ഇതെങ്ങനെയാണ് നടത്തിയത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലപനമാണ്. ഏത് തരത്തിലുള്ള ഒരു ആക്രമണം ആയാലും അത് വെറുതെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചു വിട്ടാൽ പോലും അതൊരു അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരാൻ പാടില്ല. കാരണം കരോളിൻ്റെ സന്ദേശം അങ്ങനെയാണ്. പിന്നെ അത് ഏത് തരത്തിലുള്ള ആക്രമണം, ഇപ്പോൾ കരോൾ ആകണമെന്നില്ലല്ലോ. അല്ലാതെ ആരെ ആക്രമിക്കുന്നു, ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും സ്വീകാര്യമല്ല. കരോളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുന്നതും അതൊട്ടും സ്വീകാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു നടപടി ഉണ്ടായി, ഒരു ആക്രമണം ഉണ്ടായി. അത് നിയമപരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടപ്പെട്ട ഒരു രംഗത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കാരണം അങ്ങനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പേപ്പർ വാർത്ത നിങ്ങൾ കാണിച്ചു തന്നിരിക്കും. അത് ഉചിതമായ നടപടിയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അതിൻ്റേതായിട്ടുള്ള ഒരു മറുപടി പറയുക എന്നതിനേക്കാൾ കൂടുതൽ അങ്ങനെ ആക്രമിക്കപ്പെട്ടവർ പരാതി കൊടുക്കുന്നു, നിയമപാലകർ രംഗത്ത് വരുന്നു, അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നു. അതുമാത്രം അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാനുള്ളൂ. നാട്ടിൽ ക്രിസ്മസ് ആയി കഴിഞ്ഞപ്പോൾ സാധാരണ കുട്ടികൾ പലരും ജാതി മതം ഒന്നും നോക്കാതെ കരോളിന് പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ അത്തരത്തിലൊരു സെക്യുലർ സ്വഭാവത്തെ തകർക്കുന്ന രീതിയിലാണ് അങ്ങനെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നുവെന്നോ എന്താണ് അത് ചെയ്തതിൻ്റെ പിന്നിലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആരാണ് ചെയ്തതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ആളെയൊന്നും ഞാൻ അറിയില്ല. പിന്നെ വാർത്തകൾ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് ഉദ്ദേശമെന്നും അങ്ങനെ കരുതി കൂട്ടിയാണോ ആക്രമിച്ചതെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പോലും മനസ്സിലാകുന്നു. സമാനമായിട്ടുള്ളൊരു ആക്രമണം ഉണ്ടായിരുന്നു താത്തമംഗലം നല്ലേപ്പള്ളി ഭാഗങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അന്ന് VHP പ്രവർത്തകരായിരുന്നു അതിരിക്കുന്നത്. പിന്നെ അവർ റിമാൻഡ് ചെയ്തു. ഇത്തവണയും ഇതേ രീതിയിൽ ഒരു ആക്രമണമാണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അല്ല, നമുക്ക് ഇതേ രീതിയിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ഇല്ല, ഇപ്പോൾ എത്രയോ പതിറ്റാണ്ടുകളായി നമ്മൾ കരോള് നടത്തുന്നു, നാട്ടിൻപുറങ്ങളിലൊക്കെ വരാറുണ്ട്. കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെ സമീപകാലത്താണ് തുടങ്ങിയത്. ഉത്തരേന്ത്യയിലൊക്കെ പലപ്പോഴും ഈ സംഘപരിവാർ സംഘടനകൾ ആക്രമിക്കാറുണ്ട്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഉള്ള ഈ ആക്രമണങ്ങൾ വരുന്നോ എന്നൊരു സംശയം ഉണ്ടോ? അതൊരിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിട്ടാണോ കാണുന്നത്, അങ്ങനെ ഒരു ആസൂത്രണമായിട്ടാണോ കാണുന്നത്? ഇത് ഒരുപക്ഷെ തീർച്ചയായിട്ടും ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം മുൻകാലങ്ങളിലൊന്നും ഒരു അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത കാലത്ത് അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നുള്ളതല്ലാതെ ഒരു ഒറ്റപ്പെട്ട രീതിയിലുള്ള ഒരു അതിക്രമം, ഒരു കടന്നുകയറ്റം എന്ന രീതിയിൽ മാത്രമേ കാണാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്തോ എന്നോട് സ്വീകരിക്കട്ടെ, തീർച്ചയായിട്ടും. കാരണം അതിൻ്റെ നിയമവശങ്ങളാണ് മെയിൻ കാര്യങ്ങളെ. ആരും ആക്രമിച്ചു എന്നുള്ള കാരണം അത് ശരിക്ക് സ്വീകാര്യമായില്ല. ഒരു കാരണത്തിൽ ആക്രമണം നമ്മൾ അംഗീകരിക്കുന്നില്ലല്ലോ. അതൊരു കൂട്ടത്തെയോ വ്യക്തികളെയോ അങ്ങനെയുള്ള ഒരു കടന്ന ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം. അത് നിയമങ്ങൾ രംഗത്ത് വരട്ടെ. എല്ലാ ആക്രമണങ്ങളെ പോലെ ഇത് ഒരു വ്യക്തി ആക്രമിക്കുന്നത് പോലെ അങ്ങനെ ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുന്ന ആ രീതിയിൽ മാത്രം കണ്ടാൽ മതിയോ ഇന്ത്യയുടെ ഈ സാഹചര്യത്തിൽ? ഇന്ത്യയുടെ ഈ സാഹചര്യത്തിൽ അങ്ങനെ, അതായത് ഇത് ആക്രമണം നടത്തിയ ആളുടെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളതിനെ പറഞ്ഞിട്ട് ഏത് തരത്തിലാണ് കൊണ്ടുവരുന്നത് അങ്ങനെയും കൂടെ വിശദീകരിച്ച് പോകാം. പക്ഷേ അങ്ങനെയാണോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഉള്ളിലിരിക്കുന്ന അല്ലെങ്കിൽ നടത്തിയ ആളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് അത് പോലീസോ അല്ലെങ്കിൽ നിയമപരമായ രീതിയിൽ അത് കണ്ടുപിടിക്കട്ടെ. അത്രമാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.